ടാ സഞ്ജീവ് മഹാദേവ, നീ ബെറ്റിൽ തോറ്റില്ലേ? നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വന്നെടുക്കടാ അഭിറാം വർമ്മയുടെ ജീവനെ. കുഞ്ഞിനെ തൻ്റെ നേരെ നീട്ടി അത്രയും പറഞ്ഞ അഭിയ നിറകണ്ണുകളുമായി സഞ്ജു നോക്കി. കുഞ്ഞിനെ വാങ്ങും മുന്നേ സഞ്ജു ഗിരിധരനെ ഒന്ന് നോക്കി. ചെന്ന് വാങ്ങും സഞ്ജു, എൻ്റെ മോൻ അവൻ്റെ ജീവനാണ് നിന്റെ നേർക്ക് വെച്ചു നീട്ടുന്നത്. തൻ്റെ കയ്യിലേക്ക് അഭി വെച്ചു നീട്ടിയ ചോരക്കുഞ്ഞിനെ വാങ്ങി സഞ്ജു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവിടെ ഒരച്ഛൻ ജനിക്കുകയായിരുന്നു. ജന്മം കൊടുത്തുകൊണ്ടല്ലെങ്കിലും. എൻ്റെ അഭിയുടെ ചോര നിറഞ്ഞ കണ്ണുമായി സഞ്ജു അതിൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. ആ കണ്ണിൽ നിന്നും ഒരിറ്റി കണ്ണുനീർ കുഞ്ഞിൻ്റെ മുഖത്ത് വീണു. തൻ്റെ അച്ഛൻ്റെ ചൂടിൽ നിന്നും മാറിയതറിഞ്ഞതുകൊണ്ടാവാം സഞ്ജുവിൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞാവൊന്ന് ഇളകി കണ്ണ് ചിമ്മി. എന്താണ് ഗിരി, ഇത് 28 വർഷം മുന്നേ നടന്ന ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. ദേവന്റെ സംസാരം കേട്ട് ഗിരിധർ മഹാദേവനെ സ്നേഹത്തിൽ തന്നോട് ചേർത്ത് നിർത്തി. അങ്ങനെയല്ലേ വരൂ, നിന്നെയും നിന്റെ മകനെയും ചുറ്റിക്കറങ്ങാനാണ് എൻ്റെയും എൻ്റെ മോൻ്റെയും വിധി. ഞങ്ങളുടെ ഈ ജന്മം ഇങ്ങനെ പോയി. ഗിരിധർ പറഞ്ഞു കേട്ട് ദേവൻ അയാളോട് കൂടുതൽ ചേർന്ന് നിന്ന് ചിരിച്ചു. ഡാ അബി, ദേ കുഞ്ഞ് കരയുന്നു. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭീമന്റെ നെഞ്ചിന്റെ വിസ്താരമൊന്നും പാവമേ കുചേരൻ്റെ നെഞ്ചിനില്ല. എന്തിനാ സഞ്ജു ഈ സമയത്ത് നീ എൻ്റെ ബോഡിയെ? ചുരുങ്ങി തുടങ്ങിയ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി അബി സഞ്ജുവിനെ നോക്കി ചോദിച്ചു. എന്ത് ചെയ്യാനാബി, കുശുമ്പ് കൊണ്ടാ? ഒരു ചിരിയോടെ സഞ്ജു അത് പറഞ്ഞതും അബി ഒന്ന് ചിരിച്ചു. അച്ഛാ, അമ്മേ. കുഞ്ഞിനെ കൗതുകത്തിൽ നോക്കി നിന്ന ഗിരിധറും രാജിയും അബിയുടെ വിളിയിൽ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്ത് അബിയെ നോക്കി. തൻ്റെ നേരെ അബി നീട്ടിയ കുഞ്ഞിനെ വിറയ്ക്കുന്ന കൈകളോടെ അയാൾ വാങ്ങി. കുഞ്ഞിനെ കൊടുത്തപ്പോൾ തൻ്റെ കയ്യിൽ വീണ അബിയുടെ കണ്ണുനീര് കണ്ട് സങ്കടത്തിൽ അയാൾ അവനെ നോക്കി. സോറി അച്ഛ, ഇപ്പം ഞാൻ കൂടുതൽ അറിയുന്നു ഒരച്ഛൻ്റെ മനസ്സ്. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ നീ എൻ്റെ ഈ കയ്യിൽ വെച്ച് തന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും അമൂല്യമായ ഒന്നാണ് അല്ലേ രാജി? ആ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അച്ഛൻ പറഞ്ഞത് കേട്ട് അബിയൊന്ന് ചിരിച്ചു. അപ്പൂപ്പൻ്റെ സ്നേഹം അറിഞ്ഞു അമ്മൂമ്മയുടെ കയ്യിലേക്ക്. രാജി ആ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, തൻ്റെ മകനെ ചേർക്കുന്ന പോലെ. ആമിയുടെ മുത്തേ. തൻ്റെ കയ്യിലിരുന്ന തൻ്റെ ചേട്ടൻ്റെ ജീവനെ ആമി ചേർത്ത് പിടിച്ചു. എത്ര നെഞ്ചിൽ ചേർത്താലും മതിയാവാത്ത പോലെ. നോക്ക് സഞ്ജുവേട്ടാ, ചേച്ചിയെ പോലെ നല്ല സുന്ദരിയാണല്ലേ, എന്താ മുടി? അടുത്തുനിന്ന് സഞ്ജുവിനെ നോക്കി ആമി പറഞ്ഞു. അത് കേട്ടതും സഞ്ജു ഒരു കപട ദേഷ്യത്തിൽ അവളെ നോക്കി. അതെന്താ ആമി നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അഭി എന്താ മോശമാണോ? അയ്യോ എൻ്റെ വാലി, ഞാനൊന്നും പറഞ്ഞില്ലേ. ഈ ലോകത്തുള്ളതിൽ ഏറ്റവും സുന്ദരം നിങ്ങളുടെ ചങ്കാണ്, എന്താ പോരെ? അപ്പോൾ ആമി, ഇനി എൻ്റെ കാര്യം? എനിക്കും ഒരു കുഞ്ഞിക്കാൽ കാണാൻ. നിനക്ക് ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ? അതിനകത്തൊന്ന് കയറണമെന്നില്ലേ? ലേബർ റൂമിലേക്ക് നോക്കി സഞ്ജു അത് പറഞ്ഞതും തികട്ടി വന്ന ചിരി ഒതുക്കി ആമി സഞ്ജുവിനെ നോക്കി. പിന്നെ അധികം അത്ര സുഖമുള്ള സ്ഥലമാണല്ലോ, കയറിയാൽ പിന്നെ ഇറങ്ങാനേ തോന്നില്ല. ഒന്ന് പോ സഞ്ജുവേട്ടാ. അത് പറഞ്ഞ് ആമി കുഞ്ഞിനെയും കൊണ്ട് അമ്മുവിൻ്റെയും രാഹുലിൻ്റെയും അടുത്തേക്ക് ചെന്നു. ഈശ്വര, ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഈ ജന്മം എനിക്ക് യോഗമില്ല. കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ സമയമായി. നഴ്സ് വന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോയതും അബിയുടെ മുഖം സങ്കടം കൊണ്ട് വാടി. അബി എന്താടാ, ഇപ്പോൾ റൂമിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാലോ. തൻ്റെ മനസ്സറിഞ്ഞ് അത് പറഞ്ഞ സഞ്ജുവിനെ അബി ചിരിയോടെ നോക്കി. എന്താ ചിരി? ഞാനേ ബെറ്റ് തോറ്റുപോയെങ്കിൽ എന്താ ഈ ചിരി കാണുമ്പോൾ മനസ്സ് നിറയും. മോനെ സഞ്ജീവ് മഹാദേവ, ഈ അഭിരാം വർമ്മയെ ഒരു കാര്യത്തിനും വെല്ലുവിളിക്കരുത് എന്നിപ്പോൾ മനസ്സിലായില്ലേ? അയ്യറ, നിന്റെ കഴിവ് കൊണ്ട് മാത്രമൊന്നുമല്ല, അതിൻ്റെ പുറകിൽ വേറൊരു സീക്രട്ട് ഉണ്ട്. ഡാ മരപ്പട്ടി, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയത് ഞാൻ അറിയാതെ എന്ത് സീക്രട്ട്? അയ്യോ വേറൊന്നുമല്ല, എൻ്റെ ശക്തമായ പ്രാർത്ഥന. ഡെയിലി 3 നേരം വെച്ചാ പ്രാർത്ഥിച്ചത്. പാവം ഞാൻ. സ്വന്തം തോൽവി പ്രാർത്ഥിച്ചു വാങ്ങുന്ന മണ്ടൻ. എന്തായാലും വെറുതെ ആവില്ല, അതിനു പുറകിൽ എന്തോ നല്ല കാര്യമുണ്ട്. പറ മോനെ സഞ്ജീവ് മഹാദേവ. സഞ്ജുവിൻ്റെ കയ്യിൽ ശക്തിയിൽ പിടിച്ചു വെച്ച് അഭി ചോദിച്ചു. കൈവിട് കാല, ഞാൻ പറയാം. ഒന്നല്ല രണ്ടുണ്ട് കാര്യം. എന്താ അത്? ഒന്ന് എൻ്റെ വാശി, 2 നിൻ്റെ പെങ്ങളുടെ വാശി. സഞ്ജു പറഞ്ഞത് മനസ്സിലാവാതെ അഭി അവനെ നോക്കി. ഈ അഭിറാം വർമ്മ എൻ്റെ മുന്നിലാണെങ്കിൽ കൂടി തോൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. ആരുടെ മുന്നിലും തോറ്റുപോവാതെ തല ഉയർത്തി നിൽക്കണം, അതാണ് എൻ്റെ വാശി. പിന്നെ നിൻ്റെ വലിയ ആഗ്രഹമാണ് നിൻ്റെ മോളെന്ന് എനിക്കറിയില്ലേ. പിന്നെ രണ്ടാമത് ദേ നിൽക്കുന്നു നിൻ്റെ പെങ്ങൾ അഭിരാമി. അവളുടെ വലിയ ആഗ്രഹമാണ് ഇന്ന് നടന്നത്, നിൻ്റെ കുഞ്ഞ്. അത്രയും അവൾ നിന്നെ സ്നേഹിക്കുന്നു. സ്വന്തം കൂട്ടുകാരൻ്റെയും ഭാര്യയുടെയും ആഗ്രഹം നടക്കാൻ ഞാൻ 3 നേരം പ്രാർത്ഥിച്ച് തെറ്റാണോ? പറ അബി. ഒരു ചിരിയോടെ സഞ്ജു അത് പറഞ്ഞതും അബി അവനെ കെട്ടിപ്പുണർന്നു. എൻ്റെ അബിയേട്ടാ, എപ്പോഴും ഈ വാലിനെ കെട്ടിപ്പിടിക്കാൻ നേരമുള്ളൂ.
പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ നോക്കാതെ. ആമിയുടെ ശബ്ദം കേട്ട് അബി അകന്നു മാറി അവളെ നോക്കി ചിരിച്ചു. പിന്നെ അവൻ കെട്ടിപ്പിടിക്കാതെയാണ് പെങ്ങളിപ്പോ. ബാക്കി പറയും മുന്നേ ആമിയുടെ ഇടിയിൽ സഞ്ജു പുളഞ്ഞു. എന്തിനാ ആമി ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? തന്നോട് ദേഷ്യപ്പെട്ട അബിയെ ആമി പേടിയോടെ നോക്കി. ആമിയുടെ മുഖത്ത് സങ്കടവും അബിയുടെ മുഖത്തെ ദേഷ്യവും കണ്ട് സഞ്ജു ഇടയിൽ കയറി. അത് വിടബി, ഇവൾക്ക് മുടിഞ്ഞ കുശുമ്പാണ്. നീ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന പരാതി, അതിൻ്റെ പേരിൽ എത്രയെത്ര ഇടികൾ. അതിന് മറുപടി പോലും പറയാതെ തന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നിന്ന അബിയെ കണ്ട് ആമിയുടെ നെഞ്ചു നീറി. അബിയേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് മാറിയപ്പോൾ അബിയേട്ടന് തന്നേക്കാൾ ഇഷ്ടം മോളോടാണ്. ഓരോന്നാലോചിച്ച് നിറഞ്ഞ കണ്ണുമായി ആമി തിരിഞ്ഞു നടന്നു. ആമി എന്ന അബിയുടെ വിളി കേട്ട് ഉള്ളിലെ സങ്കടത്തിൽ തിരിഞ്ഞു നോക്കി. നീ എന്നോട് പിണങ്ങി? ഞാനല്ല അബിയേട്ടനല്ലേ എന്നെ. ബാക്കി പറയും മുന്നേ കരച്ചിലോടെ അവൾ അവനിലേക്ക് ചാഞ്ഞു. നിനക്കറിയില്ലേ സഞ്ജു, അവനെ വേദനിച്ച് എനിക്ക് സങ്കടമാണെന്ന്. പിന്നെ എൻ്റെ മോള് വന്നതുകൊണ്ട് എനിക്ക് നിന്നോട് സ്നേഹമല്ല എന്ന് തോന്നിയോ? തൻ്റെ മനസ്സറിഞ്ഞ പോലെ അബി പറഞ്ഞ് കേട്ട് ആമി അവനെ നോക്കി. നിന്നെ എത്ര വർഷമായി കാണുന്നു, നീ അങ്ങനെയല്ലേ ആദ്യം ചിന്തിക്കൂ. അത് ഞാൻ അബിയേട്ടാ, പിന്നെ എനിക്ക് കുശുമ്പ് തീരെ ഇല്ലാത്തത് കൊണ്ട്. ബാക്കി പറയാതെ ഒരു ചിരിയോടെ ആമി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ കൂടുതൽ ശക്തിയിൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി അബി സഞ്ജുവിനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. സിസ്റ്റർ, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. കുഞ്ഞിനെ കയ്യിൽ വെച്ച് എന്തു ചെയ്യണമെന്നറിയാതിരുന്ന ലക്ഷ്മിയെ നഴ്സ് ചിരിയോടെ നോക്കി. അത് ആദ്യമായതുകൊണ്ടാണ്. സ്നേഹത്തിൽ തൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ പിടിച്ച് പാല് കുടിപ്പിക്കുന്ന നഴ്സിനെ അവൾ കൗതുകത്തിൽ നോക്കി. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ കുടിക്കും. പിന്നെ ഉറങ്ങിയെന്ന് തോന്നിയാൽ ഇങ്ങനെ കാലിൽ ചൊറിഞ്ഞാൽ മതി, അപ്പോൾ വാവ ഉണരും. അത് പറഞ്ഞവർ കുഞ്ഞിൻ്റെ കാലിൽ മൃദുവായി ചൊറിഞ്ഞു. സിസ്റ്റർ, എപ്പോഴാണ് എനിക്ക് റൂമിൽ പോവാൻ പറ്റുക? ട്രിപ്പ് ഇപ്പോൾ തീരും. പിന്നെ ലക്ഷ്മി യൂറിൻ പാസ് ചെയ്താൽ ഉടൻ റൂമിൽ പോവാം. എന്തോ എഴുതിക്കൊണ്ടിരുന്ന നേഴ്സ് അവളോട് പറഞ്ഞു. യൂറിൻ? ഞാൻ മുറിയിൽ പോയിട്ട്. അയ്യോ പറ്റില്ല, യൂറിൻ പാസ് ചെയ്ത് മാത്രമേ ബ്ലീഡിങ് പ്രോബ്ലം അറിയാൻ പറ്റൂ. അതിന് ഞാൻ വെള്ളമൊന്നും കുടിക്കാതെ എങ്ങനെ? എങ്കിൽ എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? എന്തിനാ? വെള്ളം മുഴുവൻ കുടിച്ച് യൂറിൻ വരുത്താനാണോ? ഒരു ചിരിയോടെ അവർ അത് പറഞ്ഞതും അവളും ചിരിച്ചു കാണിച്ചു. മിസ്സസ് ലക്ഷ്മി അഭിറാം. സിസ്റ്ററുടെ സൗണ്ട് കേട്ടതും അവ ഓടി വന്നു. എന്താ സിസ്റ്റർ? ഈ ബില്ല് താഴെ പോയി പേ ചെയ്യണം. ലേബർ റൂം ബില്ല് സെപ്പറേറ്റ് ആണ്, അതാണ്. പിന്നെ ബേബി ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് ഫോം കൂടെ വാങ്ങണം. ബിൽ കൈവാങ്ങി അബി പോവാനൊരുങ്ങിയതും സഞ്ജു ഓടി വന്നു. ഇങ്ങതാ, ഞാൻ പോവാം. വേണ്ട സഞ്ജുവേട്ടാ, ഞാൻ പോയി പേ ചെയ്യാം. രാഹുലും ഓടി വന്നു. രണ്ടുപേരും പോവണ്ട, ഞാൻ പോവാം. പക്ഷേ എന്താടാ അബി? പോവാതെ എന്തോ ആലോചിച്ചെന്ന് അബിയെ കണ്ട് സഞ്ജു ചോദിച്ചു. അത് സഞ്ജു, എൻ്റെ പേഴ്സ്. ദേ ഗിരിയേട്ടാ, നിങ്ങളുടെ മോൻ ചില സമയത്ത് വെറും പൊട്ടനാണ്. അവൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലുള്ള പേഴ്സാണ് അവൻ തപ്പുന്നത്. എന്തുപാടാ ഇത്? രാജുയുടെ പറച്ചിൽ കേട്ട് അബി ഒന്ന് ചിരിച്ചു. മറന്നുപോയി അമ്മ. വാടാ സഞ്ജു, ഇനി ഇവിടെ നിന്നാൽ ഇനി ഇതിനുപുറമാവും. അത് പറഞ്ഞ് മുന്നോട്ട് പോയ അബിയെയും സഞ്ജുവിനെയും രാജി ചിരിയോടെ നോക്കി. ലക്ഷ്മിയെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ കുഞ്ഞിനെ രാജിയെടുത്ത് കയ്യിൽ പിടിച്ചു. ലക്ഷ്മി നോക്കിയപ്പോൾ അബിയും സഞ്ജുവും ഒഴികെ എല്ലാവരുമുണ്ട്. ഈശ്വര, എൻ്റെ ജിന്ന്. അമ്മേ, അബിയേട്ടൻ. അവൻ താഴേക്ക് പോയി. മോളെ, ബില്ലടക്കാൻ. എന്ത് കഷ്ടമാണിത്, ഇവരുടെ ക്യാഷ് അടക്കാതെ ഞങ്ങൾ ഓടിപ്പോകുക. ലക്ഷ്മി ദേഷ്യത്തിൽ അത് പറഞ്ഞത് ഇത്തിരി ഉറക്കെയാണ്. അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. ചതിച്ചതാ ചേച്ചി അബിയേട്ടനെ കാണാൻ കൊതിച്ചു വന്നപ്പോൾ അവർ അങ്ങനെ ചെയ്യാമോ? ആമി പറഞ്ഞു കേട്ട് ലക്ഷ്മി ചമ്മി ഒന്ന് ചിരിച്ചു. മോളെ, നിവർന്ന് കിടന്ന് സൈഡ് തിരിഞ്ഞ് കിടക്കരുത്, സ്റ്റിച്ച് അടുക്കില്ല. സൈഡ് തിരിഞ്ഞു കിടന്ന് ലക്ഷ്മി രാജി പറച്ചിൽ കേട്ട് നിവർന്നു കിടന്നു. ഇങ്ങനെ കിടക്കാൻ പാടാണമ്മേ, നല്ല വേദന. അത് പറഞ്ഞാൽ പറ്റില്ല. ഒന്നുറങ്ങ്, ഞാൻ എൻ്റെ കുഞ്ഞു കിളിയെ എടുത്തു പിടിക്കാം. ആമി, മോളൊന്നുറങ്ങട്ടെ. ഇനി രാത്രി കുഞ്ഞുണർന്നാലേ ഉറങ്ങാൻ പറ്റില്ല. നീ ശല്യം ചെയ്യല്ലേ. അത് പറഞ്ഞവർ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുമ്മ വെച്ചു. അമ്മയുടെ വഴക്ക് കേട്ട് ആമി പതിയെ എഴുന്നേറ്റു. തൻ്റെ നെറ്റിയിലെ തണുപ്പിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ ആദരത്തിൻ്റെ ചൂടറിഞ്ഞ് ലക്ഷ്മി കണ്ണുകൾ തുറന്നു. അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് സങ്കടമുണ്ടാക്കിയെങ്കിലും ഇതുവരെയില്ലാത്ത എന്തോ ഒരു തെളിച്ചം ആ മുഖത്തുണ്ടെന്ന് തോന്നി. അബിയേട്ടൻ എപ്പോൾ വന്നു? ദേ ഇപ്പോൾ വന്നിരുന്നതേ ഉള്ളൂ. ഒത്തിരി വേദനിച്ചോ നിനക്ക്? തൻ്റെ തലയിൽ വാത്സല്യത്തിൽ തലോടി അത്രയും ചോദിച്ച അവനെ അവൾ കണ്ണിമചിമാതെ നോക്കി. തൻ്റെ തലയിൽ ഒഴുകി നടന്ന ആ കൈയെടുത്ത് ലക്ഷ്മി അമർത്തി ചുംബിച്ചു. എല്ലാവരും കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ച് നടക്കുന്നത് കണ്ട് ലക്ഷ്മി ചിരിച്ചു. എങ്കിലും അരക്ക് താഴെ എന്തോ കൊത്തി വലിക്കുന്ന വേദന.
അതിൽ പുളഞ്ഞു അവൾ തൻ്റെ കണ്ണടച്ചു. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാൻ ബ്ലഡ് എടുത്തതും കുഞ്ഞു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. രാത്രി മുഴുവൻ കരച്ചിൽ, പാല് കുടിക്കാൻ മടിയും. പക്ഷേ അഭിറാം എന്ന ഭർത്താവ് ഒറ്റ ദിവസം കൊണ്ട് അച്ഛനായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു. എന്താണ് കുഞ്ഞാവ, ഉറക്കമാണോ? രാവിലെ ഒട്ടും പരിചയമില്ലാത്ത സൗണ്ട് കേട്ട് 4 പേരും അങ്ങോട്ട് നോക്കി. ഒരു ലേഡി ഡോക്ടറും നഴ്സും ചിരിയോടെ അങ്ങോട്ട് വന്നു. ബേബിയുടെ ഹെൽത്ത് ഒന്ന് നോക്കേണ്ടേ? പീഡിയാട്രിഷ്യനാണ്, അവർക്കൊപ്പമുള്ള നഴ്സ് പറഞ്ഞു. ഉറങ്ങിയതേ ഉള്ളെന്ന് ചോദിച്ച ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ തുടങ്ങി. കുഞ്ഞിനൊരു യെല്ലോ കളർ തോന്നുന്നു. ഇന്നലെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ലോ, കൗണ്ട് ഒരല്പം കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പേടിയോടെ അബിയുടെ കയ്യിൽ ഇറുക്കെ പിടിച്ചു. ഡോക്ടർ, മോൾക്ക് എന്തെങ്കിലും? പേടിയോടെ അബി ഡോക്ടറിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നോ മിസ്റ്റർ. അഭിറാം അഭിറാം, പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഒട്ടുമിക്ക ന്യൂ ബോൺ ബേബിക്കും ഈ യെല്ലോ കളർ ഉണ്ടാകും. പണ്ടുള്ളവർ പറയും സൺലൈറ്റ് കൊള്ളാത്തത് കൊണ്ടാണെന്ന്. പക്ഷേ സത്യം അതൊന്നുമല്ല. ഇതുവരെ ബേബിക്ക് മോഷൻ പോയോ? ലക്ഷ്മിയെ നോക്കി ഡോക്ടർ അത് ചോദിച്ചതും പോയില്ല എന്ന് ലക്ഷ്മി തലയനക്കി. ഫീഡിങ് കുറയുന്നതും ഒരു കാരണമാണ്. ലക്ഷ്മിക്ക് മുലപ്പാലായില്ല. ഒന്ന് കാണട്ടെ. അഭിറാം ഒന്ന് വെളിയിൽ നിന്നേ. അബിയെ നോക്കി ഡോക്ടർ അത് പറഞ്ഞതും അബി എണീറ്റ് പുറത്തേക്ക് നടന്നു. അങ്ങനെ ഡോക്ടർ നോക്കി. പാലുണ്ട്, പക്ഷെ ബേബിക്ക് കുടിക്കാൻ മടിയാവും. കാരണം മെനക്കെട്ട് കുടിച്ച ശീലമില്ലല്ലോ. ഇന്നലെ വരെ വേണ്ടത് തന്നെ ഉള്ളിൽ ചെല്ലും. അങ്ങനെ കരുതി ഉറങ്ങും. എന്തായാലും ഇപ്പോൾ ഒരു 8 മണി, നാളെ ഒരു 8 മണി വരെ ബേബി NICUവിൽ ഇരിക്കട്ടെ. ഡോക്ടർ അത് പറഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ ഒഴുകിയിറങ്ങി. ലക്ഷ്മി ഇപ്പോൾ പാല് കൊടുത്തുറക്കി അങ്ങോട്ട് കൊണ്ടുപോര്. പിന്നെ ഇടയ്ക്ക് 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യണം, മറക്കരുത്. പിന്നെ ഇപ്പോൾ അവിടെ BCG വാക്സിനേഷൻ കൂടി എടുക്കും. അമ്മയെ ബേബിയെ കൊണ്ടുപോര്. രാജയെ നോക്കി അത് പറഞ്ഞതും രാജ സങ്കടത്തിൽ ലക്ഷ്മിയെ നോക്കി. അമ്മ, ലക്ഷ്മി വരണമെന്നില്ല. ലക്ഷ്മി റെസ്റ്റ് എടുക്ക്. ഈ 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുന്നിടത്ത് ഇത്തിരി പാടാണ്. അപ്പം ശരി. അത് പറഞ്ഞവർ പോയതും നെഞ്ച് കത്തുന്ന വേദനയിൽ ചെരിഞ്ഞു കിടന്ന് ലക്ഷ്മി കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തു കിടത്തി. തൻ്റെ പ്രിയപ്പെട്ട ഗന്ധം തിരിച്ചറിഞ്ഞ ആ മുഖം ആ മാറിൽ പരതി. മാറിടത്തിൽ ആ കുഞ്ഞിളം ചൂടിൻ്റെ ചുണ്ട് കൂടി വന്നു. തൻ്റെ കുഞ്ഞു പാല് കുടിക്കുന്നതറിഞ്ഞ് ലക്ഷ്മി തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. എൻ്റെ നെഞ്ചും മാറും വിങ്ങിപ്പൊട്ടുന്നു അബിയേട്ട, എനിക്കെൻ്റെ മോളെ കാണണം. തന്നോട് സങ്കടത്തിൽ അത്രയും പറഞ്ഞ ലക്ഷ്മി അബി സങ്കടത്തിൽ നോക്കി. എന്ത് ചെയ്യാനാണ്? യെല്ലോ കളർ കൂടിപ്പോയ പ്രോബ്ലമാണ്. അപ്പോൾ ഇതേ ഉള്ളു വഴി. നീ ഇങ്ങനെ കുത്തിയിരിക്കാതെ ഒന്ന് കിടക്ക്. എൻ്റെ മോൾക്ക് പാല് കുടിക്കണമെന്ന് തോന്നുന്നു. അവൾക്ക് വിശന്നു തുടങ്ങി. 2 മണിക്കൂറായോ അബിയേട്ടാ? ഇല്ല, 1 മണിക്കൂർ പോലും ആയില്ല. വിശപ്പൊന്നും ആയി കാണില്ല. മോള് നല്ല ഉറക്കാവും. നീ കിടക്ക്. അവൾ വിശക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനെന്താ ചെയ്യുക? തൻ്റെ മാറുമ്പൊത്തി ബെഡിൽ ഭിത്തിയിൽ ചാരിയിരുന്ന ലക്ഷ്മി അബി സങ്കടത്തിൽ നോക്കി. എൻ്റെ പൊന്നുലച്ചു, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിന്നെ പോലെ തന്നെ വല്ലാത്ത അവസ്ഥയിലാണ് ഞാനും. കുഞ്ഞു ഉറക്കാവും. നീ ഒന്ന് കിടക്ക് പ്ലീസ്. എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ വിശക്കുന്നുണ്ട്. വേറെ ആരേക്കാൾ നന്നായി എനിക്കറിയാം. പക്ഷേ വിശന്ന് കരഞ്ഞ് കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ പറ്റാത്ത ഞാൻ. ബാക്കി പറയാതെ ലക്ഷ്മി കരഞ്ഞു. ലച്ചു, NICU താഴെയാണ്. അത്ര ദൂരം നടക്കുന്ന കാര്യം ഇവിടെ ഇരുന്ന് ഗസ് ചെയ്ത് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് പ്ലീസ് ഒന്ന് നിർത്ത്. അബി ദേഷ്യപ്പെട്ടത് കേട്ട് ഒരൽപ്പം പേടിയോടെ ലക്ഷ്മി അവനെ നോക്കി. എന്നാൽ വീണ്ടും വീണ്ടും തൻ്റെ മാറ് ചുരന്നു വരുന്ന പാലിൻ്റെ നനവ് അവളിൽ വേദന പടർത്തി. തൻ്റെ മാറിലെ നനവാരും കാണാതിരിക്കാൻ ഒരു ടർക്കിയെടുത്ത് അവൾ തൻ്റെ മാറു മറച്ചു. മോളെ, ഇന്ന് വെള്ളം കുടിക്ക്. ഇതിപ്പോൾ രാത്രിയായില്ലേ, ഇതുവരെ ഒന്നും കഴിച്ചില്ല. പ്രസവിച്ച വയറാണ്, പട്ടിണി കിടക്കരുതെന്ന് പഴമക്കാർ പറയുക. തൻ്റെ നേരെ രാജിവെച്ച് നീട്ടിയ വെള്ളക്കപ്പിലേക്ക് ലക്ഷ്മി ഒന്ന് നോക്കി. ടേബിളിൽ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം അമ്മേ. അത് പറഞ്ഞ് ലക്ഷ്മി വീണ്ടും ഭിത്തിയിൽ ചാരിയിരുന്നു. എങ്കിൽ ഞാൻ താഴെ NIC അവിടെ പോയി നിൽക്കാം. ഗിരിയേട്ടൻ അവിടെ ഉണ്ട്. എങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ ഇവിടെ അഭിയുണ്ടല്ലോ. ഇതൊക്കെ കണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന അഭി അങ്ങോട്ട് വന്നു. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കാം. വേണ്ട, അവിടെ NICനുള്ളിൽ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. മോള് വെള്ളം കുടിക്കണേ. അത് പറഞ്ഞവർ പുറത്തേക്ക് പോയി. ഇന്ന് ഇത് കുടിച്ചേ. എനിക്ക് വേണ്ട. തന്നെ നേരെ അഭി വെച്ച് നീട്ടിയ വെള്ളത്തിൽ നോക്കി അത് പറഞ്ഞ് ലക്ഷ്മി തിരിഞ്ഞിരുന്നു. നിന്നോട് കുടിക്കാനാണ് പറഞ്ഞത്, എൻ്റെ സ്വഭാവം മാറ്റരുത്. അബിയുടെ ശബ്ദത്തിലെ ഭാവത്തിന് വന്ന മാറ്റം അറിഞ്ഞ് ലക്ഷ്മി അബിയെ ഒന്ന് നോക്കി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞ് വരാതെ ഞാനൊന്നും കഴിക്കില്ല. അതെന്താ, നിന്റെ തൊണ്ടയിൽ ആരെയും പിടിച്ചോ? NICയുള്ള കുഞ്ഞിന് വിശപ്പ് അവിടെ വിശക്കുമ്പോൾ കൊടുക്കാൻ പാലുണ്ട്. അതിന് സമ്മതം നീയല്ലേ സൈൻ ചെയ്ത് കൊടുത്തത്. ഇത് കുടിക്ക്. എനിക്ക് വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തത്? എനിക്കിപ്പോൾ തന്നെ നെഞ്ചിലെ ഭാരം കൊണ്ടിരിക്കാൻ വയ്യ. ഞാനെന്താ ഇനി നെഞ്ചു പൊട്ടി മരിക്കണോ? നീ എന്തായി പറയുന്നത് ലച്ചു?
അബിയേട്ട, പാല് വന്ന് തിങ്ങി എൻ്റെ നെഞ്ചെനിക്ക് വേദന എടുക്കുന്നു. ഇനിയും ഞാൻ എന്തേലും കഴിച്ചാതോടെ മുലപ്പാലായി വന്ന് ഞാൻ നെഞ്ച് പൊട്ടി മരിച്ചു പോകും. അങ്ങനെ ഞാൻ മരിച്ച എൻ്റെ മോള് അമ്മയില്ലാതെന്നെ പോലെ. ബാക്കി പറയാതെ അവൾ അബിയുടെ നെഞ്ചിലേക്ക് വീണു. അബി അവളെ തന്നോട് കൂടുതൽ ശക്തിയിൽ ചേർത്തു നിർത്തി. പെട്ടെന്ന് തൻ്റെ നെഞ്ചിലെ നനവും ലക്ഷ്മിയുടെ തേങ്ങലും കേട്ട് അവൻ അവളെ അകറ്റി നിർത്തി. തൻ്റെ ഷർട്ടിൽ കണ്ട നനവ് കണ്ട് നോക്കിയതും ലക്ഷ്മിയുടെ മാറിലേക്കാണ്. പാല് ചുരത്തി വന്ന ആ മാറ് കണ്ട അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ലക്ഷ്മി തൻ്റെ തോളേക്ക് വീണ് ടർക്കിയെടുത്ത് തൻ്റെ മാറു മറച്ചു. ലച്ചു മോളെ, ഞാൻ അറിയാതെ. അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്താൻ ചെന്ന അബിയുടെ കൈ ലക്ഷ്മി തട്ടി മാറ്റി. നേരത്തെ പോലെ എന്നെ ശക്തിയിൽ ചേർത്ത് പിടിക്കരുത് അബിയേട്ട, എനിക്ക്. ബാക്കി പറയാതെ ലക്ഷ്മി ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. അബിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ലച്ചു 2 മണിക്കൂറായി, നമുക്ക് മോളുടെ അടുത്ത് പോവാം. അത് കേട്ടതും തെളിഞ്ഞ മുഖത്തോടെ ലക്ഷ്മി ചാടി എണീറ്റു. NICU അവിടെ കുഞ്ഞിനെ മടിയിൽ വെച്ചിരുന്നപ്പോൾ ലക്ഷ്മി അറിയാതെ ചുറ്റും നോക്കി. മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങളുടെ കിടപ്പ് കണ്ട ചങ്ക് പൊഴിയും എന്നവൾക്ക് തോന്നി. ലക്ഷ്മിയുടെ കുഞ്ഞ് ഇതൊന്നും അറിയാതെ അമ്മയുടെ അമൃത് നുണഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ നെഞ്ചിലെ മുഴുവൻ ഭാരവും മാറിയില്ല എങ്കിലും കിട്ടിയ ആശ്വാസത്തിൻ്റെ ഒരു വെട്ടത്തിൽ അവൾ തൻ്റെ കണ്ണിറുക്കെ അടച്ചു. എൻ്റെ ചേച്ചി ഇങ്ങനെ ഇരിക്കാതൊന്ന് കുടിക്ക്. ദേ 8 മണിയാവുന്നു. ഇപ്പം കുഞ്ഞാറ്റയെ കൊണ്ടുവരും. ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ 8 ആവാൻ. ആമിയുടെ പറച്ചിൽ കേട്ട് ലക്ഷ്മിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ആമി, അബിയേട്ടനൊന്ന് വിളിച്ചാൽ ചോദിച്ചാലോ കുഞ്ഞിയെ കയ്യിൽ വാങ്ങിയോ എന്ന്. എൻ്റെ പൊന്നു ചേച്ചി, ആ കടുവ ഇങ്ങോട്ട് വന്ന് എൻ്റെ തലയും കൊണ്ട് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലത് എൻ്റെ സഞ്ജുവേട്ടനാണ്. അത് പറഞ്ഞ് ആമി ഫോണെടുത്ത് സഞ്ജുവിനെ വിളിച്ചു. എന്താ ആമി, കിട്ടിയില്ലേ? ഇല്ല, ബിസി എന്ന് പറയുന്നു. ഞാനൊരു വട്ടം കൂടി നോക്കാം. എങ്കിൽ നീ അബിയേട്ടനെ വിളിക്ക്. എങ്കിൽ ചേച്ചി കേട്ടോ. അത് പറഞ്ഞ് ആമി ഫോൺ ലക്ഷ്മിക്ക് വെച്ച് നീട്ടി. പറ ആമി. അബിയേട്ടാ, കുഞ്ഞിയെ കയ്യിൽ വാങ്ങിയോ എന്നറിയാൻ. എൻ്റെ പൊന്നു ലച്ചു, ഇത് കുറച്ച് കൂടുതലാണ്. കുഞ്ഞിനെ കയ്യിൽ വാങ്ങി NICUവിൻ്റെ അകത്തോട്ട് നോക്കി ഇവിടെ നിൽക്കാൻ എനിക്ക് വട്ടില്ല. അമ്മ അകത്തേക്ക് പോയതേ ഉള്ളൂ. നീ വെച്ചിട്ട് പോ. എന്താണ് അബി, പെങ്ങളാണോ? ലക്ഷ്മി ഇപ്പോൾ ഒരമ്മയാണ്. ആ മനസ്സിൻ്റെ സങ്കടം നീ മനസ്സിലാക്കണം. ഫോൺ പോക്കറ്റിലിട്ട് തിരിഞ്ഞതും സഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് അബി ഒന്ന് ചിരിച്ചു. എൻ്റെ സഞ്ജു, എനിക്ക് മനസ്സിലാവും ആ മനസ്സിൻ്റെ വേദന. അവൾക്ക് സങ്കടങ്ങൾ എന്നോട് പറയാം. എനിക്കോ, ഞാൻ ഓരോ നിമിഷവും ഉരുകിയാണ് നിൽക്കുന്നത്. അവളോടുള്ള ദേഷ്യപ്പെടൽ പോലും കപടമാണ്. 3 ദിവസമായി കരച്ചിൽ തന്നെ കരച്ചിൽ. അതിൻ്റെ ഇടയിൽ ശരീരത്തിൻ്റെ വേദന. എനിക്ക് കാണാൻ പറ്റില്ല സഞ്ജു അവളുടെ അവസ്ഥ. അമ്മയ്ക്ക് മക്കളെ പറ്റിയുള്ള വേവലാതികൾ കരഞ്ഞു തീർക്കാം. പക്ഷേ അച്ഛനോ, ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് വാശി, അതുമല്ലെങ്കിൽ കരച്ചിൽ. വല്ലാത്തൊരവസ്ഥയാണിപ്പോൾ ലച്ചുവിൻ്റെ. 3 ദിവസം കൊണ്ട് അവൾ എൻ്റെ മോളുടെ അമ്മ മാത്രമായി. അബി, പെങ്ങൾ അത്രയും മരണവേദന മുന്നിൽ കണ്ട് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് അന്നേരം കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും സഞ്ജു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവൾക്ക് ഏറ്റവും ആവശ്യം അവളുടെ അമ്മയായിരുന്നു. ആ സങ്കടം ലച്ചുവിൻ്റെ മനസ്സിലുണ്ട്. അബി, നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ദേഷ്യം വരുന്ന എന്തെങ്കിലും ആണെങ്കിൽ നിനക്ക് പറയാതിരുന്നാൽ പോരെ? എന്താടാ, എന്തെങ്കിലും പറ. ഡിസ്ചാർജായി പെങ്ങളെ വേണേൽ വീട്ടിൽ കൊണ്ടുപോവാമെന്ന് ലക്ഷ്മിയുടെ ചെറിയമ്മ പറയുന്നത്. അയ്യോ വേണ്ട, അമ്മാതിരി സഹായമൊന്നും അവരിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ കാര്യം നീ വിടു സഞ്ജു. നോക്ക്, നീ എൻ്റെ മാലാക വരുന്നു. രാജി കൊണ്ടുവരുന്ന കുഞ്ഞിനെ ചൂണ്ടി കണ്ണിൽ തെളിഞ്ഞ വാത്സല്യത്തിൽ അബി പറഞ്ഞു. കുഞ്ഞിനെ വാങ്ങാനായി അബി കൈ രണ്ടും തൻ്റെ ജീൻസിൽ തുടച്ചു. എന്നാൽ കൈ നീട്ടു മുന്നേ സഞ്ജു മുന്നിൽ കയറി. ഇങ്ങ് മാറബി, ഞാനെടുക്കാം. വേണ്ട സഞ്ജു, അമ്മേ ഇങ്ങ് താ, ഞാനെടുക്കാം. ഒരേപോലെ നീട്ടിയ 4 കൈകൾ. പക്ഷേ ഒരു ചിരിയോടെ രാജി അവരുടെ കയ്യിൽ കൊടുക്കാതെ അവരുടെ ഇടയിലൂടെ കൈ നീട്ടിയ ഗിരിധരൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. ഒരു ചിരിയോടെ അബി അമ്മയെ നോക്കി. എന്തു പണിയാണ് ആൻറ്റി കാണിച്ചത്? ഞാനാണ് മുന്നിൽ നിന്നത്. ഒന്ന് പോടാ, നീ വീട്ടിൽ പോയി കിടന്നുറങ്ങ്. എൻ്റെ മോന് റൂമിലിരുന്നുറങ്ങി. പാവം എൻ്റെ ഗിരിയേട്ടൻ ഇന്നലെ തൊട്ട് ഇവിടെ നിൽപ്പാണ്. ഒന്നു മതി രാജി, നിന്നോടാരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചോ? അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് അയാൾ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ആ കുഞ്ഞിലും നെറ്റിയിൽ ചുണ്ടമർത്തി. ചേച്ചിതേ കുഞ്ഞാറ്റ വന്നു. എൻ്റെ പൊന്നുമോളെ, നീ ഒന്ന് പതുക്കെ ഇറങ്ങ്, ഞങ്ങൾ അങ്ങോട്ടാണ് വരുന്നത്. ആമിയുടെ പറച്ചിൽ കേട്ട് ലക്ഷ്മി ബെഡിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും രാജി അവളെ സ്നേഹത്തിൽ ശാസിച്ചു. അത് ഞാനമ്മേ, കുഞ്ഞി. ബാക്കി പറയും മുന്നേ തൻ്റെ കയ്യിലേക്ക് തന്ന കുഞ്ഞിനെ അവൾ അമർത്തി ചുംബിച്ചു. തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. നീ എന്താ ലച്ചു നോക്കുന്നത്? NICU അവിടെ ഇരുന്നെന്ന് വെച്ച് കുഞ്ഞു മാറിയൊന്നും പോവില്ല. മടിയിൽ വെച്ച കുഞ്ഞിൻ്റെ കൈയും കാലും ചെവിയും പുറകിലുമൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്ന ലക്ഷ്മിയെ നോക്കി അബി പറഞ്ഞു. അത് അബിയേട്ടാ, കുഞ്ഞിയുടെ ദേഹത്തൊരു ടെമ്പറേച്ചർ, അതാ ഞാൻ. നീ ഇങ്ങ് തന്നേ. കുഞ്ഞിനെ കയ്യിൽ വാങ്ങി അബി നെറ്റിയിൽ തൊട്ടു നോക്കി.
ഇതാണോ? ഇത് യെല്ലോ കളർ മാറാൻ ഫോട്ടോ തെറാപ്പി ചെയ്തുകൊണ്ടാണ്. ഒരു ബ്ലൂ ലൈറ്റ്, അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ബോഡിയിൽ കാണും. ഇനി നോർമൽ അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ മാറും. ഇനി അതിൻ്റെ പേരിൽ നീ ടെൻഷൻ അടിക്കരുത് പ്ലീസ്. തന്നെ നോക്കി ഒരു കളിയാക്കൽ പോലെ അത് പറഞ്ഞ അഭിയലക്ഷ്മി ദേഷ്യത്തിൽ നോക്കി. സംഭവം പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ അഭി തൻ്റെ മാസ്റ്റർ പീസായി ചിരിയെടുത്ത് മുന്നിലിട്ടു. എങ്കിൽ ഞാനും ഗിരിയേട്ടനും വീട് വരെ പോയിട്ട് വരാം. ഗിരിയേട്ടാ, ഇവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഞാൻ വരണോ രാജി? അബിയുടെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ തലയിൽ തലോടി ഗിരിധര ദയനീയമായി ചോദിച്ചു. പിന്നെ ഞാൻ നടന്നു പോണോ? അയ്യോ, ഞാൻ വരാം. അപ്പൂപ്പ പോയിട്ടിപ്പോൾ വരാവേ. അത് പറഞ്ഞ് കുഞ്ഞിൻ്റെ തലയിൽ ഉമ്മ വെച്ച് രാജിയുടെ കൂടെ അയാൾ പുറത്തേക്ക് പോയി. അബി ചിരിയോടെ നോക്കി നിന്നു. ആമിയാണേൽ അച്ഛൻ്റെ പുതിയ മുഖം കണ്ട് വാ പൊളിച്ചു നിന്നു. കൺഗ്രാറ്റ്സ് അഭിറാം സർ. താങ്ക്സ് സഞ്ജിത്ത്. എന്താ ചുമ്മാ വന്നതാ? ഓഫീഷ്യലായി എന്തെങ്കിലും? തനിക്ക് നേരെ നീട്ടിയ സജിത്തിൻ്റെ കൈ സ്വീകരിച്ച ചിരിയോടെ അബി ചോദിച്ചു. അബിയുടെ പറച്ചിൽ കേട്ട് ലക്ഷ്മിയുടെ അടുത്തിരുന്ന് അമ്മു തല ഉയർത്തി നോക്കി. കയ്യിലൊരു ഫയലുമായി നിന്ന് അവനെ കണ്ട് വീണ്ടും തൻ്റെ തല കുനിഞ്ഞു. സർ, ഞാൻ ബേബിയെ ഒന്ന് കാണാൻ, പിന്നെ ഈ പേപ്പർ ഒന്ന് നോക്കി സൈൻ ചെയ്യണം. എങ്കിലേ ബില്ല് മാറൂ. അത്യാവശ്യമാണ്. ഇപ്പം ചെയ്യാം. കയ്യിലിരുന്ന കുഞ്ഞിനെ സഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഫയൽ വാങ്ങി അബി ബെഡിലിരുന്നു ഓരോ പേപ്പർ സൈൻ ചെയ്യാൻ തുടങ്ങി. സർ, കണക്കൊക്കെ ഒന്നുകൂടെ നോക്കി. അപ്പു നോക്കിയില്ലേ? സൈൻ ചെയ്ത പേപ്പറിൽ നിന്നും കണ്ണെടുക്കാതെ അബി ചോദിച്ചു. രാഹുൽ നോക്കി. എങ്കിലും ഒരെങ്കിലുമില്ല, അത് മതി. എങ്കിലും എൻ്റെ അഭിറാം സാറേ, നിന്റെ ഒരു യോഗം. എന്താണ് സഞ്ജു? സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് ഫയലിൽ നിന്നും കണ്ണെടുത്ത് അബി അവനെ നോക്കി. അല്ല, എന്താ ആത്മാർത്ഥത? MD ഉള്ള സ്ഥലത്ത് വന്ന് സൈൻ ചെയ്യുന്ന മാനേജർ. ഇതിൻ്റെ പുറകിലുള്ള ആ ചേതോ വികാരമാണ് എനിക്ക് മനസ്സിലാവാത്തത്. സഞ്ജു പറഞ്ഞത് കേട്ട് അബി ഒരു ചിരിയോടെ സജിത്തിനെ നോക്കി. അവനാണെങ്കിൽ ലക്ഷ്മിയുടെ ഒപ്പം ഇരുന്ന അമ്മുവിൻ്റെ മുഖത്തേക്ക് തന്നിലുള്ളൊരു നോട്ടത്തിനായി ഉറ്റുനോക്കി നിന്നു. ഇന്ന സജിത്ത്, ആത്മാർത്ഥതയുടെ നിറകുടമേ, നിന്നെയാണ് നിന്റെ ബോസ് വിളിച്ചത്. അബി വെച്ചു നീട്ടിയ ഫയൽ വാങ്ങാതെ അമ്മുവിനെ നോക്കി നിന്ന് സജിത്തിനെ തോളിൽ തട്ടി സഞ്ജു വിളിച്ചു. എന്താണ് സർ? ഞാനോ? സാറ്, നിന്റെ ഉള്ള റിലേ പോയോ? സോറി. എന്താണ് അഭിറാം സർ? ഒന്നുമില്ല സജിത്ത്, ദാ ഫയൽ. ബാങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളാം. അപ്പം ശരി. ഒരു ചിരിയോടെ ഫയൽ വാങ്ങി അമ്മുവിനെ നോക്കിക്കൊണ്ട് അവൻ റൂം വിട്ടു. കുഞ്ഞി തൻ്റെ അലാറം വെച്ചത് കേട്ട് ലക്ഷ്മി ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നു. അച്ചോടാ, മോളുവിന് വിശന്നോ? അതും ചോദിച്ച് കുഞ്ഞിനെ ലക്ഷ്മിയുടെ അടുത്ത് കിടത്തി ഫോണും നോക്കി സഞ്ജു പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം അബിയും. ലക്ഷ്മി പാല് കൊടുത്ത് കുഞ്ഞിനെ താഴെ കിടത്തിയപ്പോൾ ഡോക്ടർ റസിയ വന്നു. സ്റ്റിച്ചുമൊക്കെ നോക്കി. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവാം. പിന്നെ മെഡിസിൻ കഴിക്കാൻ മറക്കരുത്. ഒത്തിരി ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവരുത്. പിന്നെ വെള്ളം ഒത്തിരി കുടിക്കണം, അല്ല യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ പോവാം. ചിരിയോടെ അവനത് പറഞ്ഞ് കേട്ട് ലക്ഷ്മി ചിരിയോടെ അവരെ നോക്കി. ഡോക്ടർ പോയതും അബി വന്ന് അവൾക്കൊപ്പം ബെഡിലിരുന്നു. അബിയേട്ടാ. എന്താണ് ഭാര്യ? എന്തോ പറയാനുണ്ടല്ലോ. എന്താ കാര്യം? കുഞ്ഞിൻ്റെ ചുരുട്ടി പിടിച്ച കൈകളിൽ തൻ്റെ വിരലൊതുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അത് ചെറിയമ്മ അങ്ങോട്ട് ചെല്ലാൻ. അവർ നന്നായി നോക്കൂ അബിയേട്ടാ. കുഞ്ഞിനെയൊക്കെ പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. കുഞ്ഞിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്ത് അബി അവളെ നോക്കി. എന്താണ് ലച്ചു ഇത്? എന്നോട് ഇങ്ങനെയൊക്കെ നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? നിന്നെയും കുഞ്ഞിനെയും കാണാതെ എങ്ങനെയാണ് ഞാൻ? അത് മാത്രമല്ല, അത് ശരിയാവില്ല. പിന്നെ നിനക്ക് എന്നോട് സ്നേഹമില്ല എങ്കിൽ പിന്നെ ഞാനെന്തു പറയാൻ? അത് പറഞ്ഞ് അബി വീണ്ടും കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടിയിരുന്നു. അബി പറഞ്ഞു കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്നേഹമില്ലെന്നോ? എനിക്കോ?